ഗർഭചിത്രം നടത്തണമെന്ന ഭർത്താവിന്റെ ക്രൂര സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെട്ട പ്രസവവും കുഞ്ഞിന്റെ സുരക്ഷിതത്വവും മാത്രം കൊതിച്ച് കേരളത്തിലേക്ക് വണ്ടി കയറിയ 22-കാരിയായ അസം സ്വദേശിനി ചെന്നുപെട്ടത് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്ന വമ്പൻ ക്രിമിനൽ മാഫിയയുടെ അരികിലേക്കായിരുന്നു. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം 3 ലക്ഷം രൂപയ്ക്ക് വിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ശേഷം എതിർത്തപ്പോൾ ഫോണും രേഖകളും തട്ടിയെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ വലിയ മാഫിയ സംഘത്തിലെ 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സന്നദ്ധ സംഘടനയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആർഷിഫ് കെയർ എന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് തമിഴ്നാട് ഇടുക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയ സംഘം ഗർഭിണിയെ തങ്ങളുടെ വലയിലാക്കിയത്. 1.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയായ യുവതി വീണ്ടും ഗർഭിണിയായതോടെയാണ് കുടുംബത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കുഞ്ഞിനെ നശിപ്പിച്ചു കളയണമെന്ന് ഭർത്താവും വീട്ടുകാരും നിരന്തരം ആവശ്യപ്പെടുകയും ഉപദ്രവിക്കുകയും ചെയ്തതോടെ യുവതി വീട് വിട്ടിറങ്ങി ഡൽഹിയിലെത്തി. അവിടെ വെച്ചാണ് ഇന്റർനെറ്റിലൂടെ ആഷിഫ് കെയർ എന്ന പേജുമായി ബന്ധപ്പെട്ടത്. സൗജന്യ താമസവും പ്രസവ ചെലവും വാഗ്ദാനം ചെയ്തതോടെ സംഘത്തെ വിശ്വസിച്ച് ജൂലൈ 16-ന് യുവതി കോട്ടയത്തെത്തി. ബാംഗ്ലൂരിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഇടുക്കി സ്വദേശി അർജുൻ, ഹർഷിത എന്നിവർ ചേർന്നാണ് യുവതിയെ കോട്ടയത്ത് നിന്നും പാലക്കടുത്ത തീക്കോയിലുള്ള ഒറ്റപ്പെട്ട റബ്ബർ തോട്ടത്തിന് നടുവിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കോയമ്പത്തൂർ സ്വദേശികളായ സ്വകാര്യ ആശുപത്രി നഴ്സ് അനിത, ഭർത്താവ് രാജ എന്നിവരുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഇത്. തിക്കോയിലെ വീട്ടിൽ കഴിയുമ്പോഴാണ് പ്രസവശേഷം കുഞ്ഞിനെ 3 ലക്ഷം രൂപയ്ക്ക് തങ്ങൾക്ക് നൽകണമെന്ന് സംഘം ആവശ്യപ്പെട്ടത്. താൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിൽക്കാൻ കഴിയില്ല എന്നും തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നും വാശി പിടിച്ചതോടെ സംഘം യുവതിയെ മർദ്ദിക്കുകയായിരുന്നു. യുവതിയുടെ മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും പിടിച്ചുവെച്ച സംഘം ഇവരെ ക്രൂരമായി മർദ്ദിച്ചു ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെ അതിസാഹസികമായാണ് യുവതി ഇവിടെ നിന്നും രക്ഷപ്പെട്ടത്. മാഫിയയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടി വഴിയിൽ കണ്ട അങ്കണവാടി അധ്യാപികയോട് കാര്യങ്ങൾ പറഞ്ഞു. അധ്യാപിക ഉടൻ തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. നിലവിൽ കോട്ടയം ഗാന്ധിനഗറിലെ സാന്ത്വനം അഭയ കേന്ദ്രത്തിൽ സുരക്ഷിതമായി കഴിയുകയാണ് ഈ യുവതി. യുവതിയുടെ പരാതിയിൽ കോട്ടയം ഈരാറ്റുപേട്ടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കോയമ്പത്തൂർ രാമനാഥപുരം സ്വദേശി മുപ്പിള്ളി രാജ, ഇടുക്കി പുള്ളിക്കാനം പുതുക്കാട്ട് സ്വദേശി അർജുൻ എന്നിവരെ പോലീസ് അതിസാഹസികമായാണ് അറസ്റ്റ് ചെയ്തത്. ഈരാറ്റുപേട്ട കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വലിയ രീതിയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്ന മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവരെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു അറിയിച്ചു.